മമ്മമ്മ ഉണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ 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 ഓ. പിന്നെ കാക്ക പറന്നു പറന്നു പോയി ഒരു മരത്തിന്റെ മേലെ ഇന്നു. പിന്നെ അവിടെ ഒരു ബൗബൗ വന്നു. പിന്നെ ബൗബൗ കാക്കിനെ കൊണ്ട് നീ എനിക്ക് മരം തരുവോ ചോദിച്ചു. അപ്പത്തെ കാക്ക ബൗബൗവിനെ കൊണ്ട് എന്ത് പറഞ്ഞേ? കാക്ക ബൗബൗവിനെ കൊണ്ട് എന്താ പറഞ്ഞത്? അച്ഛാ എന്തടമ്മോ? അയ്യോ അമ്മൂസേ, അച്ഛക്ക് ഉറക്കം വരുന്നുടാ. അയ്യോ അമ്മൂസേ, കാക്ക ബോബോവിനെ കൊണ്ട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാ? അതെ, അച്ഛക്കും മകൾക്കും കൂടി ഇങ്ങനെ കാക്ക കോഴിന്നും പറഞ്ഞ് കഥ പറഞ്ഞ് ഇരുന്നാ മതിയല്ലോ. ദാ വന്നടാ നിന്റെ അമ്മ. എന്താ ഇത്ര നേരം ഒരു FM-ന്റെ സൗണ്ട് കാണുന്നില്ല എന്ന് വിചാരിച്ചതാണ്. കറക്റ്റ് സമയത്ത് എത്തി. എന്ത് FM-ഓ? ഓ, അപ്പൊ നിങ്ങക്ക് ഞാൻ പറയണതൊക്കെ FM-ല് ബ്ലാ 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 എന്ന് പറയുന്ന പോലെ ഉണ്ടോ? എടി, FM എന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ ബ്ലാ 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 എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. FM-ല് നല്ല രസകരമായ പാട്ട് കേൾക്കുന്ന പോലെ ഉണ്ടെന്നാ പറഞ്ഞത്. ഓ, പിന്നെ നിങ്ങൾ എന്നെ ആക്കണതും ആക്കിയിട്ട് ഇങ്ങനെ വളച്ചു തിരിക്കൊന്നും വേണ്ട. ഓ, അപ്പൊ ഇത് വളച്ചു തിരിക്കുകയാണെന്നുള്ളത് മനസ്സിലായോ? വേണ്ട ചേട്ടാ, എനിക്ക് പിന്നെ ദേഷ്യം വരും. എടി ഐഷു, ഇപ്പൊ നീ എന്നെ എന്താ വിളിച്ചത്? ചേട്ടാന്ന് വിളിച്ചു. എന്തേ, കുഴപ്പമുണ്ടോ? അയ്യേ, എന്ത് കുഴപ്പം? നീ ചേട്ടാന്ന് വിളിക്കണത് കേൾക്കുമ്പോ എനിക്ക് എങ്ങനെയുണ്ടറിയോ? അത് ശരി, നീ എന്നെ എപ്പോഴും ചേട്ടനൊന്നും വിളിക്കില്ലല്ലോ, പേര് പറഞ്ഞല്ലേ വിളിക്കുള്ളൂ. ഇപ്പൊ എന്താ ഒരു പതിവില്ലാത്ത പതിവ്? അത് ചേട്ടാന്ന് വിളിക്കണമെന്ന് തോന്നി വിളിച്ചു. വേണ്ടെങ്കിൽ പറയേ, ഞാൻ പേര് പറഞ്ഞെന്നെ വിളിക്കാം. ഏഹേ, വേണ്ട വേണ്ട, നീ ചേട്ടൻ എന്നെ വിളിക്ക്, കേൾക്കാൻ നല്ല രസമുണ്ട്. ആ ശരി ചേട്ടാ. പിന്നെ അവിടെ അടുക്കളയിൽ എനിക്ക് ഒരുപാട് പണിയുണ്ട്, കുറച്ചൊന്ന് സഹായിക്കുമോ? ഓ, അപ്പൊ അതാണോ കാര്യം? എടി, അടുക്കളയിൽ വന്ന് എന്നെ പണിയെടുപ്പിക്കാൻ വേണ്ടിട്ടാണോ ചേട്ടൻ എന്തൊക്കെ സോപ്പിട്ടത്? അയ്യോ, സോപ്പൊന്നും ഇട്ടിട്ടില്ല, സ്നേഹം കൊണ്ടാ ചേട്ടാന്ന് വിളിച്ചത്. നീ ഒരു സ്നേഹം കൊണ്ട് വിളിക്കണ്ട, മര്യാദക്ക് പോ. ശരി, പുകാം. ഇനി നിങ്ങൾ ചേട്ടാന്നൊക്കെ വിളിച്ച് സ്നേഹത്തോടെ ഇരിക്കാന്ന് വിചാരിച്ചതാണ്. അതൊന്നും വേണ്ടെങ്കിൽ വേണ്ട, ഇനി ഞാൻ പേര് പറഞ്ഞെന്നെ വിളിക്കുള്ളൂ. ഏയ്, നിക്ക് നിക്ക്. എന്തായാലും നീ എന്നെ ചേട്ടാന്ന് വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ നിനക്ക് സഹായിക്കാം. പക്ഷേ നീ എന്നെ ചേട്ടൻ തന്നെ വിളിക്കണം, ശരിയാ? ഓ, ചേട്ടാന്ന് വിളിക്കാം. ചേട്ടാ 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 ചേട്ടാ. എടി, മതി മതി. ഒരു മനുഷ്യനെ പണിയെടുപ്പിക്കാൻ നീ എന്താ കടവ കയ്യിൽ വെച്ചിട്ടുള്ളത്? ചേട്ടാ. എടി മതിയടി, അതിനെ സഹായിക്കാന്ന് പറഞ്ഞില്ലേ. ശരി, നീ ബാക്കി പണിയൊക്കെ ചെയ്യ്. അടുക്കളയില് കറി വെക്കണ പണി ഞാൻ ചെയ്തോളാം. എന്ത് കറി വെക്കണ പണിയോ? അതിന് നിങ്ങക്ക് കറിയൊന്നും വെക്കാൻ അറിയില്ലല്ലോ. ഓ പിന്നെ, എന്താ അറിയാത്തത്? ഞാൻ ഡോക്ടറാണ്. സർജറി ചെയ്യാൻ എനിക്ക് സാമ്പാർ വെക്കാൻ അറിയില്ലേ? അയ്യോ, സർജറി ചെയ്യുന്ന പോലെയല്ല സാമ്പാർ വെക്കണത്. അയ്യോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനെ കുറിച്ച് നീ ടെൻഷൻ എടുക്കുകയേ വേണ്ട. നീ ബാക്കി പണിയൊക്കെ ചെയ്യ്. സാമ്പാർ വെക്കേണ്ട കാര്യം ഞാനും എന്റെ മകളും ഏറ്റു. എന്താടാ മുസേ, അച്ഛക്കും ഉണ്ണിക്കും കൂടി ഇന്ന് സാമ്പാർ വെക്കാമോ? അതെ, ഇനിയിപ്പോ സാമ്പാർ ആവോന്നറിയില്ലല്ലോ. എടി, അത് നീ സാമ്പാർ ആയ ശേഷം നോക്ക്. അതേടാ അമ്മു, നിന്റെ അമ്മ എന്തോ അച്ഛക്ക് സാമ്പാർ വെക്കാൻ അറിയില്ല പറഞ്ഞില്ലേ? ഇന്ന് അച്ഛൻ ഉണ്ടാക്കണ സാമ്പാർ കഴിച്ച് നിന്റെ അമ്മ ഷോക്ക് ആവാൻ പോകുകയാണ്. ഓക്കേടാ അമ്മുക്കുട്ടി, നീ കളിക്കോ. പക്ഷെ അതിൽ ഇടേണ്ട കാര്യങ്ങളൊക്കെ അച്ഛ ഇടാട്ടോ. അയ്യോ വേണ്ടടാ, ഉണ്ണിക്ക് അതൊന്നും കറക്റ്റ് ആയിട്ട് ഇടാൻ അറിയില്ല. അച്ഛൻ ഇടാ, ഉണ്ണി കളിക്കോ. അയ്യോ അമ്മ, ഉണ്ണിക്കത് എത്ര ഇടണമെന്ന് അളവൊന്നും അറിയില്ലല്ലോ. ആ ശരി, ഓക്കെ. അച്ഛൻ പറയും പോലെ തന്നെ ഇടണം. കൂടുതൽ ഇട്ട് കഴിഞ്ഞാലേ പിന്നെ സാമ്പാർ കുളവാവും.
എന്നാ ശരി, മുളക് പൊടി മാത്രം ഉണ്ണിയിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടാ പിന്നെ കണ്ണിരിക്കും. അതുകൊണ്ട് മറ്റു പൊടികളൊക്കെ അച്ഛൻ പറയും പോലെ ഇട്. അതെയോ, മുളക് പൊടി ഇട്ട് കണ്ണിരിയുവോ? അന്ന മുളക് പൊടി വേണ്ടട്ടോ, ഉണ്ണി വന്ന് പഞ്ചസാര ഇട്ടോളാം. പഞ്ചസാരയോ? റിയ കുട്ടി, നമ്മൾ സാമ്പാറാണ് വെക്കുന്നത്, ഇതിൽ പഞ്ചസാരയൊന്നും ഇടാൻ പറ്റില്ല. എന്താ പറ്റാത്തത്? പഞ്ചസാര ഇട്ടാലല്ലേ മമ്മി ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. പഞ്ചസാര വേണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചോക്ലേറ്റ് ഇടാമോ? ചോക്ലേറ്റാ റിയ കുട്ടി? അതേച്ചാ, ചോക്ലേറ്റ് ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ചോക്ലേറ്റ് ഇട്ടാ ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല, സാമ്പാർ വേസ്റ്റ് ആയി പോവും. അച്ചോ, വേസ്റ്റ് ആവുമോ? എന്നാ പിന്നെ എന്താ ഇടേണ്ടത്? അയ്യോ റിയ കുട്ടി, നീ ഒന്നും ഇടണ്ട. നിന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അതില് ഉപ്പിണ്ട് കണ്ടോ, ആ ഉപ്പ് മാത്രം എടുത്ത് കുറച്ചിട്. ആ ശരിയച്ചാ, അന്ന ഒന്നിട്ട് ഉപ്പ് മാത്രം ഇട്ടോളാം. ശരി ശരി, ഒരേ ഒരു സ്പൂൺ ഉപ്പ് മാത്രം ഇട്, വേറെ ഒന്നും ഇടണ്ട. അച്ഛൻ ഫോണിൽ സംസാരിച്ചിട്ട് വരാം. ഹലോ മച്ചനെ, എവിടെയാടാ? വീട്ടിൽ തന്നെയാടാ ഉള്ളത്. നീ എവിടെയാണ്? ആ, ഞാനും വീട്ടിൽ തന്നെ ഉണ്ട്. ശരി, നീ വീട്ടിലാണോ അതോ ഹോസ്പിറ്റലിലാണോ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അല്ലടാ ശക്തി, ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല, ഇന്ന് ലീവാണ്. നീ വീട്ടിലേക്ക് വാ. ആ ശരിടാ, ഞാൻ കുളിച്ച് റെഡിയായിട്ട് അങ്ങോട്ട് വരാം. ആ ശരി, ഓക്കേടാ. എന്താ കാലത്തെ വിളിച്ചിരിക്കുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതില് ഇപ്പൊ അച്ഛ പറഞ്ഞ പോലെ ഉപ്പ് ഇട്ട് കലക്കണം. പക്ഷെ ഉന്നോട്ടേക്ക് ഉപ്പ് ഇച്ചല്ല, ഉപ്പ് ടേസ്റ്റ് ആയിട്ടേ ഉണ്ടാവില്ല. പഞ്ചസാര തന്നെ ഇഷ്ടം. പഞ്ചസാര ഇട്ടുന്ന തന്നെ ടേസ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് പഞ്ചസാരയെ ഇട്ടോളാം. ആ, പഞ്ചസാര ഇട്ട് കലക്കി കലക്കി മമ്മി ഉണ്ടാക്കി. ഇപ്പോ വേറെ എന്തിടാം? ഇത് ഡപ്പയില് കൊറേ ഉണ്ടല്ലോ. ഇതില് ഉണ്ണിയുട്ടിക്ക് യെല്ലോ കളറാണ് ഇഷ്ടം. എന്നാ പിന്നെ നമുക്ക് കുറച്ച് യെല്ലോ കളർ പഞ്ചസാരയും കൂടി ഇടാം ട്ടോ. ഒന്ന് യെല്ലോ കളർ പഞ്ചസാര, 2 യെല്ലോ കളർ പഞ്ചസാര ഇട്ടു. ഇപ്പൊ നമുക്ക് കലക്ക് കലക്ക് കലക്കാം. ഇപ്പൊ തന്നെ സൂപ്പറായിട്ടുണ്ട്. ആ ശരിയുടെ ശക്തി, എന്നാ നീ റെഡിയായിട്ട് വീട്ടിലേക്ക് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആ ശരിടാ മച്ചനെ, എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കാം. ആ ശരി, വാടാ. അച്ഛാ, ഉണ്ണിയുട്ടി കലക്കി കലക്കി മമ്മി ഉണ്ടാക്കി. ഉണ്ടാക്കിയോ? സൂപ്പർടാ. അച്ഛൻ പറഞ്ഞ പോലെ ഒരേ ഒരു സ്പൂൺ ഉപ്പല്ലേ ഇട്ടത്? അതെ അച്ഛാ, 1 സ്പൂൺ ഉപ്പ് തന്നെ ഇട്ടത്. ആ ശരി, ഗുഡ് ഗേൾ. അച്ഛൻ ഉണ്ണിയും കൂടെ മമ്മി ഉണ്ടാക്കി. കുഴപ്പമില്ലല്ലോ, അച്ഛയും മകളും കൂടെ അപ്പോഴത്തെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയോ? ഹോയ്, പിന്നെന്ത് നിന്നെ പോലെയാണെന്ന് വിചാരിച്ചാ? കറി വെക്കണമെന്ന് പറഞ്ഞ അടുക്കളയ്ക്ക് വന്ന് വെറുതെ ഫോൺ നോക്കി നിൽക്കുക, പിന്നെ ഷോർട്സ് നോക്കിക്കൊണ്ട് സാമ്പാർ വെക്കാൻ മണിക്കൂർ കണക്ക് സമയം എടുക്കുക. ഷോർട്സ് നോക്കി സമയം കളഞ്ഞിട്ട് അവസാനം 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കേണ്ട സാമ്പാർ 5 മണിക്കൂറാക്കും. ചോദിച്ചാ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വന്ന് ഒരു നേരം സാമ്പാർ വെക്കേ, അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ കഷ്ടം അറിയാന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുക. ഇപ്പൊ നോക്ക്, നീ 5 മണിക്കൂർ വെക്കേണ്ട സാമ്പാറിനെ ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി. അതെ, 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയതൊക്കെ കൊള്ളാം, പക്ഷെ അത് സാമ്പാർ പോലെ ഉണ്ടാവോ? ഇടി, എന്താ നീ ചോദിച്ചത്? സാമ്പാർ പോലെ ഉണ്ടാവുമെന്നാ? എടുത്തൊന്ന് കഴിച്ചു നോക്കടി. നല്ല അടിപൊളി കിടിലൻ സാമ്പാറാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഓ, എന്നാ പിന്നെ അടിപൊളി കിടിലൻ സാമ്പാർ ഒന്ന് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ നോക്ക് നോക്ക്, എന്നാ തന്നെ സാറിന്റെ ടാലന്റ് എന്നാ നിനക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലാവട്ടെ മനസ്സിലാവട്ടെ, ആദ്യം കഴിച്ചു നോക്കാം. ഇടി അമ്മൂസേ, അച്ഛക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയില്ല പറഞ്ഞ് നിന്റെ അമ്മ അച്ഛയെ കളിയാക്കില്ലേ? ഇപ്പൊ നോക്കിക്കോ, അച്ഛന്റെ സാമ്പാർ കഴിച്ച് നിന്റെ അമ്മ നെട്ടിപ്പോവും. ആ, എന്താ നെട്ടിപ്പോവെന്ന് വിചാരിച്ചാ വോമിറ്റ് ചെയ്യുന്നത്? ഇതെന്ത് സാമ്പാറാണോ അതോ പായസമാണോ? പായസവോ? അതെ, ഒരു ലോഡ് പഞ്ചസാരയും കൂട്ടി സാമ്പാർ വെച്ചിരിക്കണ, വായിൽ വെക്കാൻ പറ്റുന്നില്ല. പഞ്ചസാരയോ? റിയ കുട്ടി, അച്ഛാ, പഞ്ചസാര ഇട്ടതന്നെ ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അയ്യോ റിയ, കൊളവാക്കിയല്ലോ. കൊള്ളാക്കിട്ടില്ല അച്ഛാ, കലക്കി കലക്കി മമ്മി ഉണ്ടാക്കിയതാ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് സാമ്പാർ ഒന്നും വെക്കാൻ അറിയില്ലാന്ന്. കേട്ടോ? ഇപ്പൊ കണ്ടില്ലേ,
സാമ്പാർ മൊത്തം കുളവാക്കി. അവസാനം ഇപ്പൊ ഞാൻ വീണ്ടും സാമ്പാർ ഉണ്ടാക്കണം. എനിക്ക് ഒരു പണിക്ക് 10 പണി. ഇതില് വേറെ സർജറി ചെയ്യുന്ന എനിക്ക് സാമ്പാർ വെക്കാൻ അറിയില്ലെന്ന് ഡയലോഗ് വേറെ. ഇങ്ങനെ പഞ്ചസാര ഇട്ട് സാമ്പാർ വെക്കാനാണോ നിങ്ങളുടെ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? എന്ത് മെഡിക്കൽ കോളേജിലോ? എടീ നീ സംസാരിക്കി. ഇപ്പൊ നീ സംസാരിക്കണം, അത് ഞാൻ കേക്കണം. എല്ലാം എന്റെ സമയം. അച്ഛനെയും മകളെയും വിശ്വസിച്ച് അടുക്കളയിൽ വിട്ടതിന് എന്നെ പറയണം. ഇനി രണ്ടുപേരെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അടുക്കളയ്ക്ക് കേറി നോക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി, കരണ്ടി പിടിച്ച് സാമ്പാർ ഉണ്ടാക്കണത് കത്തി പിടിച്ച് സർജറി ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ലാന്ന്. അയ്യോ അല്ല, ഇപ്പോഴെങ്കിലും എന്റെ അത്ര നിങ്ങക്ക് സാമ്പാർ വെക്കാൻ അറിയില്ല എന്നുള്ളത് സമ്മതിക്ക്. അച്ഛൻ ചീത്ത പറയണ്ട. എന്തായാലും അച്ഛൻ ഉണ്ടാക്കുന്ന മമ്മ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ളത്. അമ്മ ഉണ്ടാക്കുന്നത് വാക്കാണ്. എന്ത് വാക്കോ? പൊടി. ഇപ്പൊ നിന്റെ അച്ഛ വെച്ച സാമ്പാർ തന്നെ വാക്കായിട്ടുള്ളത്. ഒന്നുമില്ല അച്ഛ, അച്ഛ വിഷമിക്കണ്ടോ. അച്ഛ ഉണ്ടാക്കിയ സാമ്പാറാണ് സൂപ്പർ. ഉന്നോട്ടിക്ക് അച്ഛ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അമ്മുണ്ണി ഗമ്മുണ്ണി യാറുണ്ണി ജാലിക്കട്ട ജാങ്കിരിനി ഏ ഹേ 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 ഏ ഹേ ഹേ ഹേ